ഹലോ, ഞങ്ങൾ വാൻകൂവറിൽ വന്നിട്ട് താമസിക്കാനെടുത്ത വീടാണ്. ഒരു പടുകൂറ്റൻ ബംഗ്ലാവ് എന്നൊക്കെ പറയില്ലേ, പടുകൂറ്റൻ ഒരു ബംഗ്ലാവ്. പക്ഷെ അമേസിങ് വീടാണ്. ഞാൻ ഈ വീടിൻ്റെ ഒരു ടൂർ ചെയ്തു തരാം. എയർബിഎൻബി വഴി എടുത്തതാണ്. ദിവസം ഒരു 1 ലക്ഷം രൂപ റെന്റ് വരുന്നുണ്ട് ഈ വീടിൻ്റെ എയർബിഎൻബി വഴി. മെയിൻ ഡോറാണ്. മെയിൻ ഡോറ് കയറി വരുമ്പോൾ തന്നെ അടിപൊളിയായിട്ടൊരു ഡൈനിങ് ഏരിയൻ്റെ ഓപ്പോസിറ്റ് ഒരു ലിവിങ് സ്പേസ് വന്നിട്ട് ഇരിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. സോ ലിവിങ് സ്പേസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ എന്തൊക്കെയുണ്ട് ഇവിടെ തന്നെ ഉണ്ടാ. പിന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡ് കാണാം, അങ്ങോട്ടാണ് വീടിന്റെ ബാക്കിയുള്ള പോർഷൻസ് ഒക്കെ. ഇവിടെ ഇതിന്റെ ലോണ്ടറി സെറ്റപ്പും കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു ഗരാജിലേക്കുള്ള ഒരു ഡോറും കാര്യങ്ങളും വലുതാണിത്. പിന്നെ ബേസ്മെന്റിന്റെ ടൂർ വേറെ തന്നെ ഉണ്ട്. ഇവിടെ ഒരു പൗഡർ റൂം ഉണ്ട്. ബേസ്മെന്റിലേക്ക് നമുക്ക് വരാം. പിന്നെ ഇവിടെ നമ്മുടെ കിച്ചൺ ഐലൻഡ് ഒരു ഫുള്ളി ഫങ്ഷണൽ കിച്ചൺ ആണ്. അതുപോലെ തന്നെ കിച്ചണിലുള്ള അമ്യൂണിറ്റീസ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഹ്യൂജ് ബാക്ക്യാർഡിലേക്ക് പോവുകയാണെങ്കിൽ ജക്കൂസി, ട്രാംപോളിൻ, പിന്നെ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയിട്ടുള്ള എല്ലാ സെറ്റപ്പും. വൈഡ് ആയിട്ടുള്ള ഒരു ബാക്ക്യാർഡിൽ ഒരു സ്പീക്കർ വരെ സെറ്റ് ചെയ്തിട്ട് അമേസിങ്, ജസ്റ്റ് അമേസിങ്. ഒരു ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് മോർ ദാൻ ഇനഫ്. ഞങ്ങളൊരു 5 ഫാമിലി ഉണ്ട്. 5 ഫാമിലിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. നീ പിന്നെ ലിവിങ് സ്പേസ്, പിന്നെ താഴെ ഒരു ബെഡ്റൂം ഉണ്ട്. ഒരു ജസ്റ്റ് ഒരു ഫാമിലിക്ക് കപ്പിൾസിനൊക്കെ നിൽക്കാൻ പറ്റിയ സ്ഥലം. പിന്നെ മേലോട്ട് പോവാം. മേലോട്ട് മുകളിലാണ് ബാക്കിയുള്ള. ഒരു ഹോൾ വേ. ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ബെഡ്റൂമിൽ 2 ബെഡ്, അറ്റാച്ച്ഡ് ബാത്റൂം വിത്ത് ടബ്, പൗഡർ റൂം, എല്ലാം ഉണ്ട്. പിന്നെ നേരെ ഓപ്പോസിറ്റ് വേറൊരു ഹോൾവേ. ആളുണ്ടാവട്ടോ, ഹോൾവേയിൽ ആളുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഇതാണ് മാസ്റ്റർ ബെഡ്റൂം തോന്നുന്നു. മാസ്റ്റർ ബെഡ്റൂം അടിപൊളിയാണ്. മാസ്റ്റർ ബെഡ്റൂമില് നല്ല സ്പേഷ്യസ് ആണ്. സോറി, അവിടെ ഒരു വലിയൊരു ബാത്റൂം ഉണ്ട്. ഫസ്റ്റ് പാസ് ചെയ്യേണ്ട വന്നു. ദാറ്റ്സ് ഓക്കെ. സോറി ചേച്ചി. പിന്നെ ഇങ്ങോട്ടൊരു റൂം, സെയിം കൈൻഡ് ഓഫ് ഒരു ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം. അനദർ ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം. ആ ബെഡ്റൂമിലൊക്കെ 2 ക്വീൻ ബെഡാണ് ഉള്ളത്. ഹിയർ അഗെയിൻ എ ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം. പിന്നെ കുട്ടികൾക്ക് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബെഡ്റൂമോ, സിംഗിൾ 4 ബെഡ്, കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു സ്പേസ്. നടന്ന് നമ്മൾ വേറെ എവിടെയോ ലോസ്റ്റ് ആയി പോയാലോ എനിക്ക് തോന്നുന്നു. ഇത് വേറൊരു ബെഡ്റൂം. ഇവിടെ 2 ബെഡ്. അടിപൊളി. എനിക്ക് വന്നത് എക്സ്റ്റെൻഡ് ചെയ്ത് എടുത്താലോ. ഇവിടെ ഒരു ഡോർ ഉണ്ട്. ഇവിടെ വേറെ ബേസ്മെന്റ്. ഇതേതാ ഈ ബേസ്മെന്റ്? ഞാനും കണ്ടിട്ടില്ലല്ലോ. ഇത് വേറെ ബേസ്മെന്റ് ആണ്. ഇങ്ങോട്ട് let's go. Okay. We don't have much time to see that. Okay, let's go and see this basement, the actual basement. ആ ബേസ്മെന്റ് ഞാൻ കണ്ടിട്ട് ഞാൻ പിന്നെ വേറൊരു ടൂർ വരുന്നതായിരിക്കും. ഞാൻ കണ്ട ബേസ്മെന്റ് കാണിച്ചു തരാം. അഗൈൻ ഒരു സൈഡിൽ നിന്ന് നടന്ന് അടുത്ത സൈഡിൽ എത്തണമെങ്കിൽ ഇച്ചിരി സമയം എടുക്കും. ഇതൊരു 1 സ്ട്രെച്ച് വീഡിയോ ആണ്. അപ്പം
എന്റെ കൂടെ തന്നെ വരണം. ഹലോ. ബേസ്മെന്റ്. ഇതാണ് ഞാൻ പറഞ്ഞ ഞാൻ കണ്ട ബേസ്മെന്റ്. ഇതുപോലെ തന്നെ അപ്പുറത്തൊന്നും വേറെ ബേസ്മെന്റ് ഉണ്ട്. ഈ ബേസ്മെന്റില് ഒരു ഫങ്ഷണൽ കിച്ചൺ അവിടെ നിൽക്കുന്നത്. ബെഡ്റൂം, TV, വാക്കൗട്ട്, ബേസ്മെന്റ്, വാഷ്റൂം. ഇവിടെ ഒരു വാക്കൗട്ട് ബേസ്മെന്റും കൂടി ഉണ്ട് കേട്ടോ. ഒരു വാക്കൗട്ട് സ്പേസ്. ഇത് ബാക്ക് യാർഡിലേക്ക് പിന്നെ എൻട്രി. ഓക്കെ. ഒരു ഹ്യൂജ് തിയേറ്റർ അയാൾ ഉണ്ടാക്കി വെച്ചേക്കാണ്. തിയേറ്റർ, LCD TV, ബാർ TV, ഫുൾ ഒരു യമഹേന്റെ ഒരു കംപ്ലീറ്റ് സൗണ്ട് സിസ്റ്റം അയാൾ ഇവിടെ ഫുള്ള് റൂഫിലും സബ് വൂഫറും ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. കരോക്കെ പാടാനുള്ള മൈക്കും സ്റ്റാൻഡും അടിപൊളി റിക്ലൈനർ. ഇത് വേറൊരു കാണേണ്ട ഒരു സംഭവം. സെല്ലാർ. ഒറ്റ വൈൻ ഇല്ലാന്നേ ഉള്ളൂ, ബട്ട് ഇറ്റ്സ് എ വൈൻ സെല്ലാർ. ഇറ്റ്സ് അടിപൊളിയായിട്ട് അയാൾ ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു 50 years ഓൾഡ് മിനിമം ഇതിലുണ്ടാവും. സെല്ലാറൊക്കെ അതുപോലെ അയാൾ മെയിൻറ്റെയിൻ ചെയ്തു. ബാർ ഏരിയ, 10 ബാർ. കുറച്ച് നല്ല വില കൂടിയ മദ്യം മേടിച്ച് പ്ലേസ് ചെയ്ത് ജസ്റ്റ് ഒരു പാർട്ടി നടത്താൻ പറ്റിയ സ്പേസ് ഇവിടെ തന്നെ ഉണ്ട്. And it's not ending here. Again, gym. Equipments കുറവാണ്, പക്ഷെ സ്പേസ് ചെയ്താണ്. അതൊക്കെ കാർഡിയൊക്കെ ചെയ്യാനാണെങ്കിൽ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. ആളുണ്ട്. ഓക്കെ, അവിടെ ആളുണ്ട്. അവിടെ ഒരു വാഷ്റൂം ഉണ്ട്. എനിക്ക് തോന്നുന്നത് പുറത്തേക്കുള്ള എൻട്രി ആണെന്ന് തോന്നുന്നു. ക്ലോസറ്റ് ആയിരിക്കും. ഇത് ഫർണസും കാര്യങ്ങളൊക്കെയാണ്. ഇതിന്റെ വുഡ്, എനിക്ക് ഈ ഐലൻഡിന്റെ വുഡ് ടോപ്പും ഒരു രക്ഷയില്ല. നല്ല മൂഡ്. ഐ മീൻ ഡ്രിങ്ക് ഒക്കെ കഴിക്കാനാണെങ്കിലും ഫിലിമിനാണെങ്കിലും ഒക്കെ പറ്റിയ മൂഡാണ് ഇവിടെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹീസ് എ ജീനിയസ്, നൈസ് ആർക്കിടെക്ട്. ഞാൻ പറഞ്ഞല്ലേ ഭയങ്കര അടിപൊളിയാണ് ഇത്. നമ്മൾ ഫോട്ടോയിൽ കണ്ടിട്ടല്ല, നമ്മൾ എടുത്തപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു 1 lakh rupees ഒരു പെർ നൈറ്റ് ഇവിടെ സ്പെൻഡ് ചെയ്യണം. പക്ഷെ ഇവിടെ എടുത്തത് ഇപ്പോഴാണ് വേർത്തായത് ഇത് കണ്ടു കഴിഞ്ഞത്. ഇറ്റ്സ് റിയലി ഗുഡ്. അപ്പൊ സൈനിങ് ഓഫ്. പീസ്. അപ്പൊ ഒരു കോഫി. ചിയേഴ്സ്. ബൈ ബൈ.